ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് സ്തുതി ആരാധനകൾ അർപ്പിക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 68:34 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ, അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രി നയിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നാം എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനം: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതാ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, നമ്മോടൊത്തായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന ജീവിക്കുന്ന അപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനം: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞങ്ങൾക്കൊരു പുതിയ സ്നേഹത്തിൻ്റെ കൽപ്പന അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ, അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള അങ്ങയുടെ ഉറപ്പുള്ള വചനം. ഈശോയെ,
അവിടുന്ന് ഞങ്ങളോട് എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മകനെ, മകളെ, നീ തനിച്ചല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈശോയെ, അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ സംരക്ഷണത്തിനായി, അങ്ങയുടെ അനന്ത സ്നേഹത്തിനായി ഇതാ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഇതാ അറിയുന്നു, കൂടെ നടന്ന് നയിച്ച ഒരു ദൈവത്തെ. ഇസ്രായേൽ ജനത്തോടൊപ്പം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും വഴി നടത്തിയ ഒരു ദൈവം. മുൾപടർപ്പിൽ തന്റെ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് മോശയെ വഴി നടത്തിയ ഒരു ദൈവം. ജോഷുവ പ്രവാചകനോട് ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്തുകൊണ്ട് കൂടെ നടന്ന ഒരു ദൈവം. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതേ ദൈവം ഇതാ ഇന്ന് ഈ സക്രാരികിൽ ഞങ്ങളുടെ മധ്യയായിരുന്നു കൊണ്ട് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനത്തിലൂടെ, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ, നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ നദി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ വലിയ സംരക്ഷണത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ ഈശോയെ, ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും ഈ ദൈവ സാന്നിധ്യത്തെ, ഈ ദൈവിക സ്വരത്തെ ഞങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, കർത്താവേ, ഞങ്ങളുടെ നിരാശയിൽ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ സ്വരം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഈ സമയം ഇതിവികാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈശോയെ, ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളത്. അപ്പൻ മറന്നാലും അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ബറൂഖ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 35-ാം തിരുവചനം, അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. ഈശോയെ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. ഇതാ ഈശോയെ, ഞങ്ങളുടെ ഇരു കരങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ ലോകം മുഴുവനുമുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെയൊരുവൻ ആരുമില്ല, ഉലകത്തിൽ ഇതുപോലെ ഒരുവൻ ആരുമില്ല. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. തളരുന്ന നേരത്തും താങ്ങുന്ന തിരുക്കരം തളരാതെ എന്നെ നടത്തും അന്ത്യം വരെ. ഉലകത്തിൽ ആശ്രയിപ്പാൻ ഇതുപോലെയൊരുവൻ ആരുമില്ല. സങ്കീർത്തനങ്ങൾ 105-ാം അധ്യായം 4-ാം തിരുവചനം, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നമ്മുടെ ഇരു കരങ്ങളെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ ദൈവിക സാന്നിധ്യത്തെ നിശബ്ദതയോടുകൂടി
നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. അടുത്ത സ്വരം നമുക്ക് ശ്രവിക്കാം. അവിടുന്ന് നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനവനും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഈശോയെ, അങ്ങയുടെ ശരീരമായ തിരുസഭയെ നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസികളെയും സന്യാസിനികളെയും കർത്താവെ അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ക്രിസ്തുവിനെ കൊടുക്കുവാനായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ ശരീരത്തിലെ അവയവങ്ങളായ എല്ലാ സഭാമക്കൾക്കും തികഞ്ഞ വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലേ എന്ന് അരുളി ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ ഈശോനാഥ, സഭയെ വിശദീകരിക്കുവാൻ, നമ്മോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി കൂദാശയായ തമ്പുരാനെ, സഭയെയും സഭാമക്കളെയും പരിശുദ്ധിയിലും നിഷ്കളങ്കതയിലും കളങ്കമറ്റവരുമായ ഒരു വചകണമാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവനിലുമുള്ള 2 കോടിയിൽ പരം നേഴ്സുമാരെ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി അങ്ങയുടെ വിശുദ്ധിയുടെ മേലെങ്കിൽ ഞങ്ങളെ അണിയിക്കണമേ. സർവശക്തനായ ദൈവമേ, ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിനും അവിടുത്തെ ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുനാമം സധൈര്യം പ്രഘോഷിക്കുന്നവരുമാക്കി തീർക്കണമേ. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നമുക്ക് വിജയം നേടിത്തരുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി, നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ കാലഘട്ടത്തിന്റെ സുവിശേഷ വാഹകരാകുവാൻ ഓരോ നേഴ്സുമാരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആകുലതകളും ദുഃഖങ്ങളും ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന.
ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നിന്റെ തിരുഹൃദയത്തിലേക്ക് നഴ്സസ് മിനിസ്ട്രിയെയും മിനിസ്ട്രിയെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ വചനം ഇപ്രകാരം പറയുന്നു: എല്ലാ തിരഞ്ഞെടുപ്പും കർത്താവിൻ്റെതാണ്. ഈശോയെ, അങ്ങയുടെ ഹൃദയപ്രകാരം അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുള്ള കൃപ എല്ലാ ലീഡേഴ്സിനും നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ബാലനായ ദാവീദിൽ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നതുപോലെ ഒരു രാജ്യം ഭരിക്കാൻ തക്കവിധം ജ്ഞാനവും വിവേകവും സോളമനിൽ അങ്ങ് നിക്ഷേപിച്ചതുപോലെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവരുടെ ബലഹീനതകളിൽ അങ്ങ് ശക്തി പകരണമേ. എന്തുകൊണ്ടെന്നാൽ സകല ജ്ഞാനവും അറിവും നിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, യുഗാന്ത്യം വരെ നീ ഞങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഈ വാഗ്ദാനം അനുസരിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങയുടെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ലീഡർമാർക്ക് വിവേകവും ജ്ഞാനവും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കാരുണ്യവാനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ഈശോയെ, വിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും വിശ്വാസം നഷ്ടപ്പെട്ട് ഈശോയിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നുവെന്ന ആഴപ്പെട്ട ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും എല്ലാ മക്കളും കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പലവിധ രോഗങ്ങളിൽ വിഷമിക്കുന്നവരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും ജോലിയില്ലാത്തവരെയും സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ടുന്നവരെയും വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന മക്കളെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെയും അനാഥരായ കുഞ്ഞുങ്ങളെയും കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ഭയത്തിൻ്റെയും ആകുലതയുടെയും നടുവിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ആശ്വാസത്തിൻ്റെ വചനം എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തട്ടെ എന്നും വഴി നടത്തട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി പറയുന്നു. പേടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നോര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. എന്നോര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം പ്രത്യാശയുള്ളവരായി മാറും. കർത്താവിൻ്റെ വചനം അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം: കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് മറികടക്കാനായി സാധിക്കും. സങ്കീർത്തനങ്ങൾ 108-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, കാരണം അവിടുന്നാണ് നമ്മുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാനായി പോകുന്നത്.
നമുക്ക് ഈ പ്രത്യാശയുള്ളവരായിരിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രത്യാശയുള്ളവരായി മാറും. ദാവീദ് രാജാവ് ഇപ്രകാരം സങ്കീർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനത്തില് ദാവീദ് രാജാവ് ഇപ്രകാരം പാടിയിട്ടുണ്ട്: ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടി കടക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രത്യാശയുള്ളവരായിരിക്കാം. ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, ആ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, നാം കണ്ടുമുട്ടുമ്പോൾ ദൈവം നൽകുന്ന മറ്റൊരു സമ്മാനമാണ് അവിടുത്തെ സമാധാനം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ഗിദെയോനെ കാണുന്നു. ഗിദെയോൻ കർത്താവിന്റെ ദൂതനെ കണ്ടുമുട്ടുമ്പോൾ അവൻ കർത്താവിനൊരു ബലിപീഠം പണിയും. അവൻ ആ ബലിപീഠത്തിന് പേരിട്ടു യാഹ്വേ ശാലേം, ദൈവം സമാധാനമാണ്. അവൻ ദുർബലനായിരുന്നു, അവൻ ഒരു കഴിവുമില്ലാത്തവനായിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ദൈവം സമാധാനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം തിരുവചനം: അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രത്യാശയുള്ളവരായിരിക്കാം, ഈ സമാധാനത്തിൽ നമ്മൾ ആയിരിക്കാം. നമ്മുടെ ഇരുകരങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളും ഈ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ, ഈ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്നുകൊണ്ട് എളിമപ്പെട്ട ഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ സന്തോഷത്തോടെ അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ പ്രത്യാശയിലേക്ക് എല്ലാ മക്കളും കടന്നു വരട്ടെ. അവിടുത്തെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് എല്ലാ മക്കളും കടന്നു വരട്ടെ. ആ വിശ്വാസത്തിലേക്ക്, ആ ബോധ്യത്തിലേക്ക് എല്ലാ മക്കളും കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തിലെ നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓശലേ നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓശലേ നായകാനിൻ തിരുനാമം പാവനം. ഇല്ല നിരാശയൻ ദൈവം എന്നെ കണ്ണുള്ളിൽ കൈകളിൽ താങ്ങും. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓശലേ നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി
വഴി കാട്ടും സ്നേഹിതൻ ഓശലേ നായകാനിൻ തിരുനാമം പാവനം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ തിരുഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തെ നാം കണ്ടുമുട്ടുന്നുവെന്ന്. ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ നാം അനുഭവിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോയെ സ്നേഹിച്ച് ആരാധിച്ച് സഞ്ചരിക്കുന്ന സക്രാരിയായി നമുക്കും മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ എന്ന്. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.